ഗുഡ് മോർണിംഗ്. പവർ ഇലക്ട്രോണിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വിച്ച് മോഡ് പവർ സപ്ലൈ അല്ലെങ്കിൽ SMPS എന്ന് പറഞ്ഞ പവർ ഇലക്ട്രോണിക് ഡിവൈസിനെ പറ്റിയാണ് പഠിച്ചത്. ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു DC സപ്ലൈ DC കറണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് SMPS. പ്രധാനമായിട്ട് സെൻസിറ്റീവായിട്ട് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്, ഇപ്പം കമ്പ്യൂട്ടർ മാതിരിയുള്ള ഇലക്ട്രോണിക് എക്യുപ്മെൻ്റാണ് നമ്മൾ SMPS പവർ ഡെലിവറി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ SMPS പഠിച്ചപ്പം നമ്മൾ SMPS കമ്പയർ ചെയ്ത് പറഞ്ഞത് നമ്മൾ സാധാരണ പ്രോജക്റ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലീനിയർ പവർ സപ്ലൈ കമ്പയർ ചെയ്തായിരുന്നു. അതുമായിട്ട് കമ്പയർ ചെയ്ത അഡ്വാൻറ്റേജ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം നമ്മുടെ സിലബസ് ഇനി SMPSൻ്റെ പോർഷൻ കഴിഞ്ഞ് പ്രധാനമായിട്ട് അടുത്തുള്ളത് നമ്മൾ SMPS വേഴ്സസ് ലീനിയർ പവർ സപ്ലൈ രണ്ടുള്ള കമ്പാരിസനാണ്. SMPSും നമ്മുടെ നോർമൽ ലീനിയർ പവർ സപ്ലൈ തമ്മിലുള്ള കമ്പാരിസനാണ്. അതുപോലെ SMPSൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ആപ്ലിക്കേഷൻ ഈ കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യാം. SMPSൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത് കമ്പ്യൂട്ടറിലുള്ള പവർ സപ്ലൈക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിനകത്ത് പവർ സപ്ലൈക്ക് വേണ്ടി ക്യാബിനകത്ത് SMPS ഉപയോഗിക്കുന്നു പറഞ്ഞു. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ മാത്രമല്ല, നമ്മുടെ SMPSന് മറ്റൊരു മെയിൻ അഡ്വാൻറ്റേജ് വരുന്നത് അതിൻ്റെ സൈസാണ്. ചെറിയ സൈസ് നമുക്ക് SMPS ഡിസൈൻ ചെയ്യാൻ കഴിയും. ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിനകത്താണെങ്കിലും പവർ പ്രൊവൈഡ് ചെയ്ത് നമ്മൾ ചെറിയ SMPS യൂണിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത് നമുക്ക് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കോൺസ്റ്റൻറ്റ് കറണ്ട് ആപ്ലിക്കേഷൻ എന്ന ഏതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടാണല്ലോ. ഇപ്പം വണ്ടിക്കകത്ത് ബാറ്ററി ചാർജിങ് സർക്യൂട്ടിൽ നമുക്ക് ആ ഒരു വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കാൻ വേണ്ടി നമ്മൾ SMPS ഉപയോഗിക്കുന്നത്. അങ്ങനെ നമുക്ക് ആ ബാറ്ററിയുടെ ലൈഫ് കൂട്ടാനൊക്കെ സാധിക്കും. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ വന്നാലും നമുക്ക് വളരെ അങ്ങനെ ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ നമുക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയാത്ത എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് മെഷീൻ ടൂൾ ഇൻഡസ്ട്രിയിൽ നമുക്ക് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് തന്നെ പ്രൊവൈഡ് ചെയ്യണം. അപ്പം അങ്ങനത്തെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ നമുക്ക് മെയിനായിട്ട് മെഷീൻ ടൂൾ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഉപയോഗിക്കും. നമ്മൾ വീഡിയോയിൽ കണ്ടുവരുന്ന മറ്റൊരു മെയിൻ ആപ്ലിക്കേഷൻ നമ്മുടെ സെക്യൂരിറ്റി ക്യാമറ സിസ്റ്റത്തിന് പവർ പ്രൊവൈഡ് ചെയ്യാം. സെക്യൂരിറ്റി ക്യാമറ സിസ്റ്റത്തിന് ഉപയോഗിക്കുന്ന വെബ് ക്യാമറയ്ക്കും അതുപോലെ DVR സെറ്റപ്പിനുമൊക്കെ ആ ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ പെട്ടെന്ന് താങ്ങാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്ന ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ അങ്ങനത്തെ എക്യുപ്മെൻറ്റിൽ നമ്മൾ SMPS ഉപയോഗിച്ചാണ് കൊടുക്കുന്നത്. അപ്പം ജനറലി ബാറ്ററി ചാർജിങ് സർക്യൂട്ട് അതുപോലെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് വരുന്ന എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ SMPS യൂണിറ്റ് ഉപയോഗിച്ചാണ് സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പല ആപ്ലിക്കേഷൻ എനിക്ക് ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ നോട്ട് എടുക്കാം. അടുത്ത SMPSൻ്റെ അഡ്വാൻറ്റേജിലേക്ക് പോയത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ അഡ്വാൻറ്റേജാണ്. പവർ സപ്ലൈ യൂണിറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ SMPSൻ്റെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. SMPSൻ്റെ എഫിഷ്യൻസി ഒരു 50% 80% ഒക്കെ കാണുവാണെങ്കിൽ പവർ നമ്മുടെ സാധാരണ ലീനിയർ പവർ സപ്ലൈക്ക് കിട്ടുന്ന എഫിഷ്യൻസി തന്നെ 30 to 40 അല്ലെങ്കിൽ 45% വരെ കിട്ടത്തുള്ളൂ. നമ്മുടെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ SMPSന് എഫിഷ്യൻസി കൂടുതലാണ്. രണ്ടാമത്തത് നമ്മൾ SMPS യൂണിറ്റിനകത്താണെങ്കിലും ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നുണ്ട്. ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഒക്കെ ബ്ലോക്ക് ഡയറക്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിരുന്നു. പക്ഷേ നമ്മൾ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൽ കൊടുക്കുന്ന ഇൻപുട്ട് നമ്മുടെ ഇൻവെർട്ടർ എന്നുള്ള ഔട്ട്പുട്ടാണ്. അതായത് ഇൻവെർട്ടർ ഹൈ ഫ്രീക്വൻസി AC ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറിൽ കൊടുക്കുന്നത്. ഈ ഹൈ ഫ്രീക്വൻസി AC കാരണം നമ്മുടെ ട്രാൻസ്ഫോമറിനുണ്ടായത് ട്രാൻസ്ഫോമറിൻ്റെ സൈസ് അതുപോലെ ഇൻഡക്ടറിൻ്റെ സൈസ് കപ്പാസിറ്ററിൻ്റെ സൈസ് എല്ലാം കുറയ്ക്കാൻ സാധിക്കും. അപ്പം ഒരു ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇക്വേഷൻ ആണ് ഫ്രീക്വൻസി ഇൻറ്റു ഇൻഡക്റ്റൻസ് ആണ്. അപ്പം ഫ്രീക്വൻസി വല്ലാതെ ഇപ്പം കിലോ ഹെർട്സ് റേഞ്ച് കൂട്ടുവാണെങ്കിൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ വളരെ കുറവ് മതി. അങ്ങനെ നമുക്ക് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടി ട്രാൻസ്ഫോമർ വെച്ച് അതിൻ്റെ പാരാമീറ്റേഴ്സ് ആയി സെൽഫ് ഇൻഡക്റ്റൻസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ എല്ലാ വാല്യൂ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് നമുക്ക് ആ സൈസ് കുറച്ച് നമുക്ക് അത് ഡിസൈൻ ചെയ്യാൻ കഴിയും. അപ്പം നമ്മൾ 50 ഹെർട്സ് ഡിസൈൻ ചെയ്യുന്ന ട്രാൻസ്ഫോമറിൻ്റെ 10-1 സൈസ് വരും വേണ്ട. ഒരു കിലോ ഹെർട്സ് ഇപ്പോൾ 20 കിലോ ഹെർട്സ് റേഞ്ചിലൊക്കെയുള്ള ആ റേഞ്ച് നമുക്ക് ട്രാൻസ്ഫോമർ അതിൻ്റെ സൈസ് വളരെ ചെറുത് മതി. അങ്ങനെ നമുക്ക് നമ്മുടെ പവർ സപ്ലൈ യൂണിറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിൻ്റെ സൈസ് കുറയ്ക്കാൻ കഴിയും. അതുപോലെ മറ്റൊരു കാര്യം ഇൻപുട്ട് വോൾട്ടേജാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ലീനിയർ പവർ സപ്ലൈക്ക് വേണ്ട ഇൻപുട്ട് വോൾട്ടേജ് 50 ഹെർട്സ് സപ്ലൈ ആണ്. പക്ഷേ ഈ ഒരു SMPS എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സൽ ഇൻപുട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ്. ഇപ്പം നമുക്കിവിടെ ഇന്ത്യയിൽ നമ്മൾ കൊടുക്കുന്ന പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ 50 ഹെർട്സ് ആണ്. അതേസമയം മറ്റ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ പവർ സപ്ലൈക്ക് 60 ഹെർട്സ് ആണ്. പക്ഷേ SMPSൻ്റെ കാര്യത്തിൽ വരുമ്പം നമ്മൾ ആദ്യമേ അത് റെക്ടിഫയർ ഇൻപുട്ട് എടുക്കുന്നതുകൊണ്ട് ആ ഫ്രീക്വൻസി വേരിയേഷനെ ബാധിക്കുന്നില്ല. നമുക്കിപ്പം ഇവിടെ ഉപയോഗിക്കുന്ന SMPS തന്നെ നമുക്ക് വേണമെങ്കിൽ 60 ഹെർട്സ് ഫ്രീക്വൻസി സപ്ലൈ കൊടുക്കുന്ന മറ്റൊരു കൺട്രിയിലുള്ള പവർ സപ്ലൈ ഇപ്പോൾ ഉപയോഗിക്കും. ഇനി അതുപോലെ AC സപ്ലൈ അല്ല DC സപ്ലൈ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈ SMPS തന്നെ ഇത് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ഒരു റെക്ടിഫയറിലൂടെ നമ്മുടെ DC സപ്ലൈ കയറ്റിയിട്ട് എന്താ സംഭവിക്കാം, ആ DC തന്നെ ഔട്ട്പുട്ട് വരത്തുള്ളൂ. നമുക്ക് AC ഇൻപുട്ട് ആയാലും ഇപ്പോൾ ഏത് ഫ്രീക്വൻസിയുടെ AC ഇൻപുട്ട് ആയാലും അതുപോലെ DC ഇൻപുട്ട് ആയാലും നമുക്ക് നമ്മുടെ നമ്മുടെ കയ്യിൽ ഏത് SMPS ആണ് ഇരിക്കുന്നത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കതൊരു യൂണിവേഴ്സൽ ഇൻപുട്ടായിട്ട് നമുക്ക് എവിടെ വേണ്ട ഉപയോഗിക്കാൻ കഴിയുന്ന എക്യുപ്മെൻ്റാണ് ഈ SMPS എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മുടെ ലീനിയർ പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ
അതിനകത്ത് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ തന്നെ 50 ഹെഡ്സ് വർക്ക് ചെയ്യാനായിരിക്കും. ഇപ്പോൾ ഒരു DC സപ്ലൈ നമുക്ക് അതിനകത്ത് കൊടുക്കാൻ കഴിയത്തില്ല. DC ട്രാൻസ്ഫോമർ കൊടുക്കുകയാണെങ്കിൽ ഇത് സാച്ചുറേറ്റ് ആയി പോകും. അങ്ങനെ പല ഡിസഡ്വാൻറ്റേജ് ലീനിയർ പവർ സപ്ലൈക്ക് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് SMPS നമുക്ക് അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി നമ്മളിതിൻ്റെ മെയിനായിട്ടൊരു ഡിസഡ്വാൻറ്റേജ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ആണ്. അതായത് SMPS യൂണിറ്റ് വയ്ക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ ഉണ്ടാക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇതിൻ്റെ പ്രവർത്തനത്തെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനകത്തുള്ള SMPS എല്ലാം നമുക്ക് കാണാൻ കഴിയാതെ ഒരു മെറ്റാലിക് ബോക്സിനകത്താണ് നമ്മുടെ SMPS യൂണിറ്റ് എല്ലാം വയ്ക്കുന്നത്. അല്ലാതെ ഒരു ഓപ്പൺ ആയിട്ടല്ല നമ്മുടെ പവർ സപ്ലൈ യൂണിറ്റ് വയ്ക്കുന്നത്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റിനകത്താണ് നമ്മുടെ SMPS യൂണിറ്റ് വയ്ക്കുന്നത്. അപ്പം വെളിയിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ ഇൻ്റർഫറൻസിൽ നിന്ന് അതിന് അകത്തുള്ള സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മളിത് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു SMPS യൂണിറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഓപ്പൺ ആയിട്ട് വയ്ക്കാൻ കഴിയത്തില്ല. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളിത് ക്ലോസ്ഡ് ക്യാബിനറ്റിനകത്ത് മാത്രം വെച്ച് നമുക്ക് ആ സിസ്റ്റത്തിൽ വയ്ക്കാൻ കഴിയത്തുള്ളൂ. അതുപോലെ SMPS യൂണിറ്റ് നമ്മുടെ ലീനിയർ സപ്ലൈ യൂണിറ്റിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ കോസ്റ്റ്ലിയാണ്. അതുപോലെ എൻ്റെ സർക്യൂട്ട് കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ നമുക്ക് റിലയബിൾ ആണെന്ന് പറയാൻ സാധിക്കത്തില്ല. ഡാമേജ് ആയി പോകാൻ അതിനകത്ത് ഇൻപുട്ട് വോൾട്ടേജിൻ്റെ വാല്യൂ ചിലപ്പോൾ ഒരു ഷൂട്ടപ്പ് ആവുകയാണെങ്കിൽ കൂടിപ്പോകുമോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഡാമേജ് ആയി പോകാൻ സാധ്യതയുണ്ട്. നമുക്കധികം നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ഉപയോഗിക്കുന്ന SMPS അധികം ആയുസ് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടായാലും SMPS യൂണിറ്റ് ഡാമേജ് ആയി പോകും. അപ്പോൾ നമുക്ക് ഫ്രീക്വൻ്റായിട്ട് മാറ്റി വയ്ക്കേണ്ടൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊരു റിലയബിൾ ആയിട്ടൊരു സർക്യൂട്ടല്ല ഈ SMPS യൂണിറ്റ് എന്നാണ്. ഇത് രണ്ടാണ് നമ്മുടെ SMPSന് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത് നമ്മുടെ മെയിൻ SMPSും ലീനിയർ പവർ സപ്ലൈ എന്നുള്ള കമ്പാരിസണാണ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പല പാരാമീറ്റേഴ്സ് 8 പാരാമീറ്റേഴ്സ് വെച്ച് നമ്മൾ ലീനിയർ പവർ സപ്ലൈയും SMPSനെയും കമ്പയർ ചെയ്യുന്നത്. ആദ്യത്തെ പാരാമീറ്റർ നമ്മൾ എടുക്കുന്നത് എഫിഷ്യൻസിയാണ്. ഈ എഫിഷ്യൻസി വെച്ച് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലീനിയർ പവർ സപ്ലൈയുടെ എഫിഷ്യൻസി കുറവാണ്. ഒരു മാക്സിമം 50%, 25 to 50% വരെ നമുക്ക് ലീനിയർ പവർ സപ്ലൈ കിട്ടത്തുള്ളൂ. അതേസമയം SMPS യൂണിറ്റ് വെച്ച് നമുക്കൊരു ഹൈ എഫിഷ്യൻസി കിട്ടും. ഒരു മിനിമം 45 തൊട്ട് ഒരു അത്ര നന്നായി ഡിസൈൻ ചെയ്തൊരു SMPS യൂണിറ്റ് 45 തൊട്ട് ഒരു അഡ്വാൻസ് SMPS യൂണിറ്റ് നമുക്ക് 90% എഫിഷ്യൻസി വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എഫിഷ്യൻസിയിലായി നോക്കുമ്പോൾ SMPS ആണ് മികച്ചതെന്ന് പറയുന്നത്. ഈ സൈസ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹൈ ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ട്രാൻസ്ഫോമറിൻ്റെ ഒക്കെ സൈസ് SMPS കുറവാണ്. അപ്പം മൊത്തത്തിൽ നമ്മുടെ SMPS യൂണിറ്റിൻ്റെ സൈസ് കുറവായിരിക്കും. അതേസമയം ലീനിയർ പവർ സപ്ലൈയിൽ സൈസ് SMPS യൂണിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. അപ്പം സൈസ് കൂടുന്നതനുസരിച്ച് വെയിറ്റ് അതിനനുസരിച്ച് തന്നെ കൂടും. അപ്പോൾ ലീനിയർ പവർ സപ്ലൈയുടെ വെയിറ്റ് കൂടുതലായിരിക്കും. SMPS കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എക്യുപ്മെൻ്റാണ്. ഈ സർക്യൂട്ട് പക്ഷേ അങ്ങനെ സർക്യൂട്ട് നോക്കുമ്പോൾ ഇപ്പം നിങ്ങൾ തന്നെ ഓൾറെഡി ഡിസൈൻ ചെയ്ത ലീനിയർ പവർ സപ്ലൈ അപ്പം നമുക്ക് തന്നെ ഒരു ഇൻഡസ്ട്രിയൽ സർക്യൂട്ട് ഡെവലപ്പർ ഒന്നും ഇല്ലാതെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സർക്യൂട്ട് ലീനിയർ പവർ സപ്ലൈ എന്ന് വെച്ചാൽ. പക്ഷേ SMPSൻ്റെ സർക്യൂട്ട് നമുക്ക് അങ്ങ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പ്രിൻറ്റഡ് PCB ബോർഡുകൾ വേണം. അത് നമുക്ക് മാനുവലായിട്ട് തന്നെ ഒരു ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന സർക്യൂട്ടല്ല. അപ്പോൾ സർക്യൂട്ട് കേസിൽ ലീനിയർ പവർ സപ്ലൈയുടെ സർക്യൂട്ട് സിമ്പിളാണ്. SMPSൻ്റെ സർക്യൂട്ട് കോംപ്ലിക്കേറ്റഡ് ആണ്. സെൻസിറ്റിവിറ്റി, മറ്റ് പാരാമീറ്റേഴ്സ് ഇൻപുട്ടിൻ്റെ വേരിയേഷൻ ഒക്കെ വരുമ്പോൾ ഔട്ട്പുട്ട് വേരി ചെയ്യുന്ന ആ ഒരു പാരാമീറ്റർ നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇൻപുട്ട് വേരിയേഷന് ലീനിയർ പവർ സപ്ലൈയാണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ഇൻപുട്ടിലുള്ള വേരിയേഷൻ നമ്മുടെ ലീനിയർ പവർ സപ്ലൈയുടെ ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യും. അത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യാൻ നമുക്ക് അതിൻ്റെ സെൻസിറ്റിവിറ്റി ഹൈ ആണെന്ന് പറയാം. അതേസമയം SMPS ഒരു പരിധി വരെ നമുക്കൊരു കോൺസ്റ്റൻ്റ് വോൾട്ടേജ് നമുക്ക് തരും. നമുക്ക് SMPSൻ്റെ സെൻസിറ്റിവിറ്റി നോർമലാണ്. ഇനി റിപ്പിൾസിൻ്റെ കാര്യം നോക്കുമ്പോൾ നമ്മുടെ ലീനിയർ പവർ സപ്ലൈയിൽ ഉണ്ടാകുന്ന റിപ്പിൾസിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. കുറച്ചുകൂടെ പ്യൂറായിട്ടുള്ള DC നമുക്ക് ലീനിയർ പവർ സപ്ലൈ ഉണ്ടാക്കാൻ കഴിയും. SMPSൽ റിപ്പിൾസിനുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതിന് നമ്മൾ എക്സ്ട്രാ കപ്പാസിറ്റർ സർക്യൂട്ടുകൾ ഫിൽട്ടർ സർക്യൂട്ടുകൾ വെച്ചാണ് നമ്മൾ അതിന് ഒഴിവാക്കുന്നത്. റിപ്പിൾസ് ലീനിയർ പവർ സപ്ലൈയിലാണ് കുറവ്. ഇനി കോസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും SMPS യൂണിറ്റ് കുറച്ചുകൂടെ കോസ്റ്റിയാണ്. ലീനിയർ പവർ സപ്ലൈ വളരെ ചീപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സർക്യൂട്ടാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസിൻ്റെ ഒരു പ്രോബ്ലം ലീനിയർ പവർ സപ്ലൈ വരുന്നേയില്ല. പക്ഷേ SMPS യൂണിറ്റിന് അങ്ങനെ പ്രോബ്ലം ഉണ്ട്. അത് കാരണം നമുക്ക് അതിന് പ്രത്യേകം ഷീൽഡിങ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത്രയാണ് നമ്മുടെ SMPS യൂണിറ്റും ലീനിയർ പവർ സപ്ലൈയും തമ്മിലുള്ള കമ്പാരിസൺ. ഇത് നമുക്ക് മെയിനായിട്ട് 6 മാർക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു കോളം വരച്ച് 8 പോയിൻ്റ് എഴുതുകയാണെങ്കിൽ ആ ഫുൾ മാർക്കും കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ചോദ്യത്തിൻ്റെ ക്വസ്റ്റ്യനാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് അത് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. നമുക്കൊരു വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോറിങ് എഴുതുന്ന പോർഷനാണിത്. SMPS യൂണിറ്റിൻ്റെ പോർഷനെ പറ്റി ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കേണ്ടത് UPS എന്ന ഡിവൈസിനെ പറ്റിയാണ്. UPS എന്തായിരുന്നു? നമ്മുടെ കമ്പ്യൂട്ടറിനൊക്കെ നമ്മൾ പവർ കൊടുക്കാൻ വേണ്ടി പവർ സപ്ലൈ പോകുമ്പോൾ അതിന് പവർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റാണ് UPS എന്ന് പറയുന്നത്. പക്ഷേ അതേ ഫംഗ്ഷൻ തന്നെയാണ് ശരിക്കും ഇൻവെർട്ടറും ചെയ്യുന്നത്. കറണ്ട് പോകുമ്പോൾ നമുക്ക് ബാക്കി എക്യുപ്മെൻ്റെല്ലാം കറണ്ട് കൊടുക്കുകയാണ് ഇൻവെർട്ടറും ചെയ്യുന്നത്. ഈ UPSും നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒരു ജനറൽ ക്വസ്റ്റ്യനാണ്. UPS ഇൻവെർട്ടർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും ഒരേ വർക്കിനാണ് ചെയ്യുന്നത്.
പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ കാര്യം നിങ്ങൾ ക്ലാസ് റൂമിൽ അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ടടുത്ത് ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. സംശയമുള്ള ക്ലാസ്സിൽ കാണുന്നവരൊക്കെ താങ്ക് യു.